ഒരു മിഷറിലേക്ക് ബാധിച്ചപ്പോൾ തന്നെ ഒരു സ്ലോവർ യോർക്കർ എറിഞ്ഞുകൊണ്ട് ഡെഡ് ബോൾ എറിയുന്നു. ഉയർത്തിയടിച്ച പന്ത് ഫീൽഡേഴ്സിനും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം മകന്നു പോകുന്നു. അതൊരു സിക്സറായി അവസാനിക്കുന്നു. ഇത്തവണ പക്ഷേ ഒരു സിംഗിൾ മാത്രമേ നേടാൻ സാധിക്കുന്നുള്ളൂ. മികച്ച ഒരു ബോളായിരുന്നു അത്. പക്ഷേ നാസിക്കിന്റെ ബാറ്റിൽ നിന്നും ഒരു ബൗണ്ടറി കിടക്കുന്നു. ഇത്തവണ ഒരു മികച്ച അവസാന പന്തിനെ ഒരു ആകാശ സിക്സിലേക്ക് പറത്തിക്കൊണ്ട് നാസിക് സ്കോർ ബോർഡ് 17 എത്തിക്കുന്നു. ആദ്യ ബോളർ ഫുൾടോസ് ആയിരുന്ന ഫുൾടോസിന് അങ്ങനെ നിലംകുട്ടി കാപ്പിക്കുന്നു. കാണാൻ ആദ്യ പന്ത് തന്നെ ഒരു സിക്സർ നേടി. മികച്ച ഒരു സ്ലോവർ. ഇത്തവണ ഒരു ഹെലികോപ്റ്റർ ഷോട്ട് ആയിരുന്നു. പക്ഷെ അനസിന്റെ കൈകളിൽ അത് ചൊരാത്ത കൈകളാണ് അനസിൻ്റെത്. ബൗണ്ടറി ലൈനിലരികിൽ അനസിന്റെ കൈകളിൽ നേരിട്ടാക്കിയ പന്ത് ഒരു അതിസുന്ദരമായ ഒരു ഓവർ എറിഞ്ഞു തീർക്കുന്നു ഉന്മേഷ് വളാഞ്ചേരി. മികച്ച ഒരു സ്ലോവർ. നാസിക്കിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. മികച്ച ഒരു ഫീൽഡിംഗ് എഫേർട്ട്. ഒരു സിക്സർ നേടുന്നു നാസിക്. ആദ്യ പന്ത് ഒരു ഡെഡ് ബോൾ ആയിരുന്നു. ഇത്തവണ ഒരു മികച്ച സ്ലോവർ യോർക്കർ ബോളിന് ഒരു സിംഗിൾ നേടുന്നു. മികച്ച ഒരു ന്യൂയോർക്കർ ബോൾ വീണ്ടും കാണുന്നു. അവസാന പന്തിൽ നാസിക് ഒരു സിംഗിൾ നേടി സ്ട്രൈക്ക് കീപ്പ് ചെയ്യുന്ന കാഴ്ച. വളരെ മികച്ച ഒരു സ്പീഡി ബോളിലെ നാസിക്കിന് കാണാൻ സാധിക്കുന്നില്ല. സ്റ്റാൻഡ് ആദ്യ പന്തിൽ ഒരു ബൗൾ. മികച്ച ആദ്യ പന്തിൽ ഇത്തവണ ഒരു മികച്ച ഷോട്ടിലൂടെ ഒരു സിക്സർ കണ്ടെത്തുന്നു ഹരി. ഇത്ര തവണ ഒന്ന് പതിഞ്ഞിരുന്ന ഫുൾടോസ് പന്തിന് മികച്ച ഒരു ഷോട്ടിലൂടെ സിക്സർ പറത്തിക്കൊണ്ട് ഹരി. അതെ, ഞാൻ പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ പക്കലിൽ പലതരം ബോളുകൾ ഉണ്ടെന്ന. ഒരു സ്ലോവർ ഫുൾടോസ് ബോൾ. ആദ്യ പന്തിൽ ഒരു സിംഗിൾ. ഇത്തവണ ഒരു ഫുൾടോസ് ആയിരുന്നു. പക്ഷേ ഹരിയുടെ പക്കലിൽ നിന്ന് ചെയ്ത വൈറ്റ് വേഗത ഒന്ന് മാറ്റിക്കൊടുക്കണമെന്ന് അറിയിക്കുന്നു. വാഹനങ്ങൾക്ക് കടന്നു പോകാൻ എറിഞ്ഞ 4 പന്തിൽ 3 ഫുൾടോസ് ആയിരുന്നു. ഇത്തവണ ഒരു മികച്ച യോർക്കർ, ഒരു സ്പീഡി യോർക്കർ. ഞാൻ പറഞ്ഞതാണ് അവസാന പന്ത് ഉയർത്തിയടിച്ച പന്ത് സ്വന്തം ബോളിൽ അദ്ദേഹം വിക്കറ്റ് നേടുന്നു. പിടിച്ച് പുറത്താക്കുന്നു ഷോഹേബിനെ. അവസാന പന്തിൽ ഒരു വിക്കറ്റ് നേടി. സ്കോർ ബോർഡ് 60.
ആദ്യ പന്ത് ഒരു വൈഡായിരുന്നു, രണ്ടാം പന്ത് ആദ്യ ബോളിൽ തന്നെ ഇസാഖ് ഒരു സിക്സർ പറത്തുന്നു. ഒരു പന്തിൽ 7 റൺസ്. മികച്ച ഒരു ക്യാച്ചിനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. പക്ഷെ ഫീൽഡേഴ്സ് എത്തുന്നതിന് മുമ്പ് നാസിക്കിന്റെ കൈകളിൽ ഇസാഖ് അവസാനിക്കും. ഇസാഖിന്റെ ഇന്നിംഗ്സ് അവസാനിക്കുന്നു. നേരിട്ട് ആദ്യ പന്തിൽ ഒരു സിംഗിൾ കണ്ടെത്തുന്നു അനസ്. പിന്നമനയുടെ മികച്ച ഒരു സെൻസിബിൾ ഇന്നിംഗ്സ്. അവസാന പന്തിൽ ഒരു സിംഗിൾ നേടിക്കൊണ്ട് സ്കോർ ബോർഡ് ആദ്യ പന്ത് ഡോട്ട് ബോൾ ആയിരുന്നെങ്കിൽ രണ്ടാം പന്തിന് ഒരു ബഡ് കൂറ്റാൻ സിക്സറിലേക്ക് പറത്തുന്നു ഉന്മേഷ്. മികച്ച ഒരു സ്ലോവർ എറിയുന്നു. അതിലും മികച്ച ഒരു ഷോട്ടിലൂടെ ബൗണ്ടറി കണ്ടെത്തുന്നു ഉന്മേഷ് വളാഞ്ചേരി. മാറ്റുന്നില്ല. ഉന്മേഷ് വളാഞ്ചേരി ചാർജായി. അത് ഗ്രൗണ്ടിൽ കാണുന്നു സിക്സറിലൂടെ. ആ സിക്സിന് 18 റൺസ് കൊടുത്താലും മതിയാകില്ല എന്ന് കാണുന്ന കാണികൾ ഒന്നടക്കം പറയുന്നുണ്ടെങ്കിൽ ആ സിക്സിന്റെ തുടർച്ചയായി 4 ബൗണ്ടറികൾ കണ്ടെത്തിയ ഉന്മേഷ് വളാഞ്ചേരിക്കെതിരെ മികച്ച ഒരു യോർക്കർ ബോൾ. ഒരു സിംഗിൾ മാത്രം. ഹരിയുടെ രണ്ടാമത് അനസിനെ മടക്കുന്നു ഹരി. മികച്ച ഒരു സ്പീഡിംഗ് ബോൾ. മികച്ച 3 ബോളുകൾക്ക് ശേഷം ലത്തീഫിന്റെ ബാറ്റിൽ നിന്നും ഒരു സിക്സർ കിടക്കുന്നു. ഗ്രേസിൽ നിന്നും പുറത്തിറങ്ങി അടിക്കാനുള്ള ഒരു ശ്രമം. ഉന്മേഷ് വളാഞ്ചേരിയെ പിടിച്ചു പുറത്താക്കാനുള്ള ഒരു അവസരവും വിട്ടുകളയുന്നു ടീം നീലാകുണ്ടത്തിൽ. സിംഗിൾ റൺസ് നേടിക്കൊണ്ട് ഈ ഓവർ പൂർത്തിയാക്കുന്നു. അഖിലെറിഞ്ഞ ആദ്യ പന്ത്. നോ ബോൾ. ആ ഫ്രീ ഹിറ്റ് ബോളിൽ ഒരു സിംഗിൾ നേടുന്നു ഉന്മേഷ് വളാഞ്ചേരി. സ്ട്രൈക്കിലേക്ക് ലത്തീഫ്. ഇത്തവണ ഒരു മികച്ച സ്ലോവർ ബോൾ. മികച്ച ഒരു ഷോട്ടിലൂടെ ഒരു സിക്സർ കണ്ടെത്തുന്നു ലത്തീഫ്. ഒരു സ്ലോവർ ഡോട്ട് ബോൾ. ഒരു സിക്സറിലൂടെ ഒരു ധോണിയുടെ സ്റ്റൈലിൽ ഫിനിഷ് ചെയ്യുന്നു ലത്തീഫ്.